ഹലോ ഹായ്. വെൽക്കം ടു മൂവീസ് കപ്പിൾ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അനന്തൻ കാട് എന്ന മൂവിയുടെ റിവ്യൂ പറയാനായിട്ടാണ്. ഡയറക്ടഡ് ബൈ GN കൃഷ്ണകുമാർ. അതിൽ റൈറ്റ് ചെയ്തിരിക്കുന്നത് മുരളി ഗോപി. പ്രത്യേകിച്ചൊന്നും ഗോപി ആക്ടറും കൂടെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം. അതെ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോകനാഥ്, കാന്താരയുടെ മ്യൂസിക് ഡയറക്ടർ. പിന്നെ ക്യാമറ യുവ. എന്നുവെച്ചാൽ ഇദ്ദേഹം നമ്മുടെ ഡയറക്ടർ തമിഴിലും മലയാളത്തിലും രണ്ടിലും മൂവി ചെയ്യുന്നയാളാണ്. അതുകൊണ്ട് തന്നെ കാസ്റ്റിലും ക്രൂവിലും ഇഷ്ടംപോലെ എല്ലാ രീതിയിലുള്ള തെലുങ്കൻസ് ഉണ്ട്, തെലുങ്ക് പടത്തിലുള്ള ആൾക്കാരുണ്ട്, തമിഴ് നടന്മാരുണ്ട്, തമിഴ് നടൻ ഉണ്ട്, പിന്നെ നമ്മുടെ തമിഴ് നടനാണല്ലേ ഹീറോ, പിന്നെ മലയാളം, എല്ലാം കൂടെ 3 ലാംഗ്വേജും കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ക്രൂവിലും കാസ്റ്റിലും രണ്ടിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മിക്സ് ആണ്. നമുക്കൊരു പക്ക ഒരു മലയാളം മൂവി കാണുന്ന പോണക്ക് ഒരു എഫക്റ്റ് അല്ല, ഒരു തമിഴും അല്ലെങ്കിൽ തെലുങ്ക് മൂവിയെ കാണുന്ന ഒരു എഫക്റ്റ്. നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ പേടിക്കണ്ട, താഴെ എഴുതി തരുന്നുണ്ട് മലയാളത്തിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. അതെ അതെ അതെ. എനിക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന് അതിന്റെ റൈറ്റിംഗ്, 2 അതിന്റെ സ്റ്റൺസ്, പിന്നെ BGM. മ്യൂസിക്. ഇത് 3 നമ്മളെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും അല്ലേ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ആദ്യം റൈറ്റിങ്ങിലേക്ക് കയറാം. റൈറ്റിംഗ് മുരളി ഗോപിയുടെ എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ പുള്ളിയുടെ എല്ലാ സിനിമയിലും രാഷ്ട്രീയം നല്ലോണക്ക് ചർച്ച ചെയ്യപ്പെടും. ഈ മൂവിയിലും വ്യത്യസ്തമല്ല. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ അതിൽ ഉണ്ട്, രാഷ്ട്രീയം നല്ലോണം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എംബ്രാം മൂവിയിൽ എനിക്ക് തോന്നുന്നു BJP ക്കാർക്കിട്ട് നല്ല കൊട്ടു കൊടുത്തേക്കുന്നതുകൊണ്ട് ഈ മൂവിയിൽ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും നല്ല രീതിയിൽ ഇതിൽ കൊട്ടുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ മൺമറഞ്ഞു പോയ പല ആൾക്കാരിൽ നിന്ന് യാദർശികം മാത്രം, അതായത് സാമ്യം തോന്നുമെങ്കിൽ യാദർശികം മാത്രം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. ആദ്യ സിനിമയിൽ ആദ്യമേ ഒപ്പൊക്കെ ഇടുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഒപ്പിടുമ്പോഴൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയുടെ അതെ 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 അതിനെ പറ്റി പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് നമ്മുടെ മനസ്സിൽ തോന്നിയ അതേ ആൾക്കാരെ തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിൽ തോന്നി സിനിമ കണ്ടു കഴിയുമ്പം അങ്ങനെ തോന്നിയിട്ടുണ്ട്. നിങ്ങൾ കമന്റ് ആയിട്ട് നിങ്ങൾ പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ മതി. പിന്നെ ഉള്ളത് പിന്നെ BGM ഒന്നും പറയാനായിട്ടല്ല. BGM ഈ പറഞ്ഞ പോലെ നമ്മളുടെ സ്റ്റണ്ടൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തൊക്കെ ഈ BGMത്തിന് ഭയങ്കര പ്രാധാന്യം അനുഭവിക്കാത്ത ശ്രദ്ധിച്ചാൽ ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ കാലിട്ട് ചവിട്ടുമായിരുന്നു, നമുക്ക് ഇടിക്കാൻ അറിയത്തില്ലെങ്കിലും നമ്മൾ അതിനിട്ട് കുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാന്താര മൂവിയുടെ അതേ മ്യൂസിക് ചെയ്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ BGM എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. പടത്തിന് പോയപ്പോൾ തന്നെ ഞാൻ മുന്നേ ചെക്ക് ചെയ്തിരുന്നു ഇതാരാണ്. പിന്നെ അനാവശ്യമായ ഒരു പാട്ട് അതിനകത്ത് വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഫസ്റ്റ് ഹാഫില്. അതെ അതെ, എനിക്കൊരു ഒരു മൂവിയുടെ മൊത്തത്തിൽ ഒരു കല്ലുകടിയായിട്ട് ഫീൽ ചെയ്തത് അതാണ്. അതിനകത്ത് വേറെ 2-3 പാട്ടുകളുണ്ട്, പക്ഷെ ഒരു പർട്ടിക്കുലർ പാട്ട് നിങ്ങൾ മൂവി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പർട്ടിക്കുലർ പാട്ടുണ്ട്, അത് എന്തിനാണ് അവിടെ. അതെ അതെ അതെ, അങ്ങനെ ഒരു പാട്ട് അതിന്റെ അനാവശ്യമായിട്ട് ചേർത്തപ്പോൾ നമുക്ക് തോന്നി. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല, നമ്മുടെ അഭിപ്രായം മാത്രം നമ്മൾ പറയുന്നു. പിന്നെ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, പക്ഷെ അവർക്ക് അത്രത്തോളം അതിനകത്ത് വലിയൊരു മൂവിക്കകത്ത് ശാന്തി എന്ന് പറയുന്ന ആള് മാത്രമാണ് ഇച്ചിരിയെങ്കിലും ഒരു പ്രാധാന്യം ഉള്ളത്. നിഖിലയ്ക്കൊന്നും അത്ര വന്നു പോകുന്ന 5-6 സീൻസ് ഉണ്ട്, പക്ഷെ സ്ഥിര എക്സ്പ്രഷൻ ഒക്കെ ഇട്ട് ആള് രക്ഷപ്പെടുകയാണ്. അതെ അതെ അതെ. ഇത് കഥ കൊണ്ടുപോകുന്നത് ഒരു ഗ്രാമത്തില്, ചൂള എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് ഗുണ്ടകളായിട്ട് നടന്ന കുറച്ച് ആൾക്കാര് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് അവര് ആഗ്രഹിച്ചപ്പോഴേക്കും അതിൽ നിന്ന് സമ്മതിക്കാതെ വേറൊരു രീതി വീണ്ടും അങ്ങനെയൊക്കെ, ബാക്കി നിങ്ങൾ കണ്ടു തന്നെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്ന കുറച്ച് അതും വഴി വരുന്ന കുറച്ച് ഭവിഷ്യത്തുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ളതാണ് ഈ മൂവി മൊത്തം കാണിച്ചിരിക്കുന്നത്. പിന്നെ 18+ മൂവിയാണ്, ചോര ചീറി പായുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരോട് പോകാൻ പറ്റില്ല, തിയേറ്ററിൽ 18+ മൂവിയാണ് ഡെഫിനറ്റ്ലി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഈ പടം നല്ലൊരു സ്റ്റണ്ട് മൂവി, നല്ല സ്റ്റണ്ട്സ് ഒക്കെ ആയിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറുമായിട്ട് അങ്ങനെ ഒരു തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും പോയാൽ ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു കോമഡി റിലേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര കഥ അഭിനയ മുഹൂർത്തം അങ്ങനെയൊക്കെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എടുത്തു പറയേണ്ട കഥാപാത്രമാണ് ഇന്ദ്രൻസ്. ഞാൻ ഈ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്രയും നല്ലൊരു നടനെ സൈഡാക്കി നിർത്തിയേക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ്
ആളെ ആ റോളിൽ കാസ്റ്റ് ചെയ്തത് ശരിക്കും സെക്കൻഡ് ഹാഫ് വന്നപ്പോഴാണ് മനസ്സിലായി. നമുക്ക് മനസ്സിലായത്. സെക്കൻഡ് ഹാഫ് ഇന്ദ്രൻസേടൻ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് ആര്യ എന്നുള്ള കഥാപാത്രത്തിന്റെ മൂവിയായിട്ട് പറയുന്നെങ്കിലും ശരിക്കും ആര്യയാണ് നായകനായിട്ട് സിനിമയിൽ ഉദ്ദേശിക്കുന്നതെങ്കിലും കണ്ട പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും തോന്നി എന്താ ശരിക്കും അതിനകത്ത് മുരളിഗോപിയും അല്ലെങ്കിൽ നായകൻ കഥാപാത്രമാണ്. ഇന്ദ്രൻസേട്ടനും ഉറപ്പായിട്ടും നായക കഥാപാത്രം ചെയ്തത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സിംഗിൾ പേഴ്സൺ ഓറിയന്റഡ് മൂവിയല്ല. സുജാതയ്ക്കകത്തെ ആ ഹീറോ ഹീറോ നായകനുണ്ട്. നായകനായിട്ട് അഭിനയിച്ച ആ ആള് ദേവ്. പിന്നെ നമ്മുടെ തെലുങ്ക് പടത്തില് കൊറേ കോമഡി ആയിട്ട് കൊറേ അല്ല ആള് ഇതേപോലെ പുഷ്പയ്ക്കകത്തൊക്കെ വില്ലനായിട്ട് അഭിനയിച്ച സുനിൽ എന്ന് പറഞ്ഞിട്ട് അറിയാം എല്ലാവർക്കും. കൊറേ ആദ്യമേ കോമഡി ഇന്ദ്രസേനെ പോലെ തന്നെയായിരുന്നു. നല്ല നല്ല കോമഡി ആയിട്ടൊക്കെ തുടങ്ങി കൊടക്കമ്പിന്ന് ഇന്ദ്രൻസേട്ടനെ പണ്ട് വിളിച്ചതുപോലെ അങ്ങനെ ഒരു റോള് ചെയ്ത ആളായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിനകത്തും ചെയ്യുന്നത്. പിന്നെ വിജയരാഘവൻ ഒരു പിന്നെ ആളെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവരൊക്കെ തെളിഞ്ഞ അതെ അതെ അവരൊക്കെ എത്രയോ കഥാപാത്രങ്ങൾ ചെയ്ത് അവർ കഴിവ് തെളിയിച്ച നമ്മളായിട്ട് ഇനി പ്രത്യേകിച്ച് അവരെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും അല്ലേ അടിപൊളിയായിട്ട് അല്ലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെങ്കിലും അദ്ദേഹം ഒത്തിരി സിനിമയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് ഷെയ്ഡുള്ളത്. അത് പോലെ തന്നെ നല്ല മനോഹരം ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മസ്റ്റ് വാച്ചബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്രയും എന്നെ സംബന്ധിച്ചോളം രാഷ്ട്രീയം ഒന്നും വലിയ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാവാം എനിക്ക് അധികം അങ്ങ് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ അൻഷാന് അതിനെ കുറിച്ച് നല്ല അറിവുള്ളത് കൊണ്ട് അൻഷാന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്കും നല്ലൊരു സ്റ്റണ്ട് പടം നല്ലൊരു BGM ഒക്കെ ആയിട്ട് പോയി കാണാനായിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സൗണ്ട് ഒക്കെ നല്ല എഫക്റ്റ് ഉള്ള തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരുന്നു. അതെ 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 ഞങ്ങളിന്ന് പോയ തിയേറ്റർ അത്ര നല്ല തിയേറ്റർ അല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതെ അതെ തിയേറ്ററിന്റെ പേര് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ. ടാറ്റാ.